ഹായ് ഹലോ. ഇന്ന് ഒരു റിവ്യൂ ആയിട്ടാണ് വന്നത്. ട്രാവലോ അൺബോക്സിങ്ങോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളത് പറയാമെന്നുള്ള ഇതിനാണ് വന്നിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് നിയോ 2 എന്ന് പറഞ്ഞൊരു ഡ്രോണാണ്. DJയുടെ നിയോ 2 എന്ന് പറഞ്ഞൊരു ഡ്രോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ റിവ്യൂസ് ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഡ്രോൺ എടുക്കണോ വേണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. DJയുടെ നിയോ 2 എന്ന് പറഞ്ഞ മോഡലാണിത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്, ലേറ്റസ്റ്റ് അല്ല, ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് 6-7 മാസമായി. നമുക്ക് ഒതുങ്ങിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയൊരു ഡ്രോണാണിത്. ആക്ച്വലി ഇതിന് ലൈസൻസോ കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട. കാരണം ഇതിന് 151 ഗ്രാം വെയിറ്റ് കമ്പനി പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ലൈസൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ലൈസൻസൊക്കെ വേണ്ടത് 250 മേളിലോട്ടുള്ള വെയിറ്റുള്ള ഡ്രോണുകൾക്കാണ് ലൈസൻസും കാര്യങ്ങളും വേണ്ടത്. ആ 150 ഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ട് പരിമിതികളും കാര്യങ്ങളും ഈ ഡ്രോണിനുണ്ട്. കാരണം കാറ്റ് പിടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കമ്പനി പറഞ്ഞല്ല, ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. കാരണം ഞാൻ അത്യാവശ്യം റീൽസ് എടുക്കാനും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഡ്രോൺ വാങ്ങിയത്. അപ്പം തെങ്കാശിയിലൊക്കെ പോയി വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്രോൺ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടൊന്നുമില്ല. നല്ല രീതിക്കുള്ള കാറ്റുണ്ടായിരുന്നു. പക്ഷേ അത്രയും പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നിറങ്ങേണ്ടി വന്നു. കാരണം അത്രയും ലീഫ് അതിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. കമ്പനി ഇതിന് പറയുന്ന ചാർജിങ് ടൈം എന്ന് പറയുന്നത് 19 മിനിറ്റാണ് ഇതിന് പറയുന്നത്. പക്ഷേ എനിക്ക് കറക്റ്റ് അത്ര 19 മിനിറ്റ് ഒന്നും കിട്ടത്തില്ല. കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഫുൾ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. നമുക്ക് റെക്കോർഡിംഗ് ഒന്നും ഇല്ലാതെ ഫ്ലൈയിങ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിത് 19 മിനിറ്റ് കിട്ടുമായിരിക്കും. ഞാൻ അത്യാവശ്യം റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടിൽ കുറച്ച് നേരം അത് അടിച്ച് വരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിലേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 19 മിനിറ്റ് കിട്ടാതാവുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. ബിഗിനേഴ്സിന് ട്രൈ ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മുടെ സാധാ ഡ്രോണുകൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ പ്രൊഫഷണൽ ഡ്രോൺ യൂസ് ചെയ്യുന്ന അതേപോലത്തെ ഒരു റിമോട്ടും കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. RC3 മോഡൽ റിമോട്ടാണ് നമുക്ക് വരുന്നത്. ഡിസ്പ്ലേ ഒന്നും ഇല്ല, നമ്മുടെ ഫോൺ വെച്ച് കണക്ട് ചെയ്യാനുള്ള റിമോട്ടാണ് നമുക്ക് വരുന്നത്. റിമോട്ടിലെ കാര്യങ്ങളും ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഡ്രോണിൽ തന്നെ നമുക്ക് റിമോട്ട് ഇല്ലാതെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ താഴെ 3 ബട്ടൺസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഫോളോ ചെയ്യിപ്പിക്കാനും, നമ്മൾ ആക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിലേക്ക് വരാനും, ഇങ്ങനെ വിളർത്തി കാണിക്കുമ്പോൾ അത് പറന്നു പോകാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഈ ഡ്രോണിലുണ്ട്. നമുക്ക് വ്ളോഗിങ്ങിനും റീൽസും കാര്യങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാണ് ഈ ഡ്രോണ്. ഇതിലെ വിഷ്വൽസ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം. ഈ ഡ്രോണിൻ്റെ കൂടെ ഞാൻ ഒരു കോംബോ പാക്കായിട്ടാണ് വാങ്ങിച്ചത്. 3 ബാറ്ററിയും റിമോട്ടും RC3 റിമോട്ടും ഡ്രോണും ആയിട്ടാണ് വാങ്ങിച്ചത്. ഒരു ബാറ്ററിക്കാണ് 19 മിനിറ്റ് അവർ പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 3 ബാറ്ററിക്കും കൂടി നമുക്കൊരു അരമണിക്കൂർ ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും ഒരു 3 ബാറ്ററിയും കൊണ്ട് ഞാൻ ഒരു 10-15 മിനിറ്റുള്ള വിഷ്വൽസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുന്നത് ചാർജിങ് ഹബ്ബുണ്ട്. അതിൽ C ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. അതിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ നിൽക്കി കഴിഞ്ഞാൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് കാണിക്കും. ബാറ്ററിയിൽ എത്ര ലെവൽസ് ഉണ്ടെന്ന് നമുക്കിതിൽ കാണിക്കും. ഈ ബാറ്ററി ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് മൊത്തത്തിൽ ചാർജ് ചെയ്യാൻ പറ്റും. 3 ബാറ്ററിയും തീർന്നാലും ഒരു 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു വർക്ക് എടുക്കണമെങ്കിൽ ഈ ഡ്രോൺ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് വീഡിയോസ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. ചാർജിന് ഇട്ടിട്ട് പോയി വീണ്ടും ചാർജ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കഴിഞ്ഞു പോയി കാണും. നമുക്കിപ്പം ടൈമിംഗ് ഒക്കെ വളരെ പ്രധാനമാണ് ഈ വിഷ്വൽസ് എടുക്കാൻ നേരത്തെ. ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമിലൊക്കെ നമുക്ക് ടൈമിംഗ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ഇതേപോലെ ഡ്രോണിൽ നമ്മൾ 19 മിനിറ്റ് ചാർജും വെച്ചുകൊണ്ട് നമ്മൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം സാധനം പെട്ടെന്ന് ഡൗൺ, നമ്മൾ ഹൈറ്റ് ചെയ്ത് ഇറക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 2-3 മിനിറ്റ് സമയം വേണ്ടി വരും. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് പ്രൊഫഷണൽ കളിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ വ്ളോഗിങ്ങും കാര്യങ്ങൾക്ക് റീൽസിനും പറ്റിയൊരു നല്ലൊരു സാധനം തന്നെയാണ്. ഇതാണ് അതിൻ്റെ RC3 റിമോട്ട് വരുന്നത്. ഇതിന് ഡിസ്പ്ലേയോ കാര്യങ്ങളോ ഇല്ല. ഇത് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്താണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ജോയ്സ്റ്റിക്കും കാര്യങ്ങളും താഴെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 3 ഓപ്ഷനുകളുണ്ട്. C എന്ന് പറയുന്നതും N എന്ന് പറയണം, S എന്ന് പറയണം. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പറയാം. ഇതിൻ്റെ പ്രൊഫഷണൽ വേർഡിങ്സ് ഇങ്ങനെയാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്ന പേരോ അല്ലെങ്കിൽ ഞാൻ വായിച്ച് കണ്ടെത്തിയ പേരുകളാണ്. C എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് മോഡാണ്. അതിൽ നല്ല സ്ലോ മോഷനിലും കാര്യങ്ങളായിരിക്കും വീഡിയോ കിട്ടുന്നത്. N എന്ന് വെച്ചാൽ നോർമലാണ്, നോർമൽ സ്പീഡും കാര്യങ്ങളാണ്. പിന്നെ S എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. മറ്റേ FPV ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഡ്രോൺ സെറ്റപ്പാണ് ആ S വരുന്നത്. പിന്നെ ഇതൊരു പവർ ബട്ടനാണ് വരുന്നത്. ഇത് റിട്ടേൺ ടു ഹോം എന്നുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ ക്യാമറ ഫോട്ടോ എടുക്കാനുള്ളതും പിന്നെ വീഡിയോ ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ്. ഇതിൽ ഒരു തവണ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോയിലോട്ടും തിരിച്ചൊരു തവണ നോക്കി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനിലായിട്ട് വരും. ഫംഗ്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
വ്യൂ നമുക്ക് സ്ട്രൈറ്റ് ആദ്യം കാണാൻ പറ്റും. അതിലാണ് ഈ FN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു തവണ നിൽക്കി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് വിഷ്വൽസ് ആദ്യം കാണാൻ പറ്റും. ഒന്നും കൂടി നിൽക്കി കഴിഞ്ഞാൽ നേരെ ഡൗൺ, ഒന്ന് സ്ട്രൈറ്റും പിന്നെ നേരെ ഡൗണും. പിന്നെ നമ്മൾ ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട്. ഇതിൽ നമുക്ക് മേലോട്ടും താഴോട്ടും നിൽക്കാൻ നേരത്ത്, കറക്കാൻ നേരത്ത് ക്യാമറ മേലോട്ടും താഴോട്ടും ഡൗൺ ആക്കാനും എടുക്കാനും പറ്റും. നമ്മളിപ്പം ഫുൾ ഡൗൺ ആയിരിക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് സ്ട്രൈറ്റ് ആക്കണമെങ്കിൽ അതിനാണ് ഈ ബട്ടൺ യൂസ് ചെയ്യുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പഴയ മോഡൽ ബുള്ളറ്റൊക്കെ ഇല്ലേ, അത് പെട്ടെന്ന് നമ്മൾ ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിവർ വെച്ചിരിക്കുമല്ലോ, അതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഒറ്റ അടിക്ക് നേരെ നമ്മുടെ ഒരു പൊസിഷനിലോട്ട് വരും. സ്ട്രൈറ്റ് ആണെങ്കിൽ സ്ട്രൈറ്റ്, ഒരു അടിക്കുകയാണെങ്കിൽ താഴെ റിട്ടേൺ ഡൗണും കാണിക്കും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ വരുന്നത്. പിന്നെ ഇതിൽ ഫോൺ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കേബിൾ വരുന്നത്. C ടൈപ്പ് കേബിളാണ് നമുക്ക് വരുന്നത്. C ആണ് വരുന്നത്. ഇതിൽ ആക്ച്വലി ആ ഒരു കേബിളാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോണിൽ C കണക്ട് ചെയ്ത് നമ്മുടെ ചാർജിങ് പോർട്ടിൽ തന്നെയാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വന്ന് ഡിസ്പ്ലേ കാണാൻ പറ്റും. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഹോൾഡറിൽ ആദ്യം നമ്മൾ ഫോണ് കേബിൾ നമ്മളെടുത്ത് പുറത്തിടുക. അതിനുശേഷം ഫോൺ എടുത്തിട്ട് നമ്മൾ ഹോൾഡറിലോട്ട് കണക്ട് ചെയ്യുക. കുറച്ച് ടൈറ്റാണ്. ഫോൺ വെച്ചതിന് ശേഷം ഈ C ടൈപ്പ് കേബിൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജോയ്സ്റ്റിക്ക് ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ ഫോൺ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിനുശേഷമാണ് നമ്മൾ ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്യുന്നത്. ജോയ്സ്റ്റിക്ക് നമുക്ക് പതുക്കെ കയറ്റണം, ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഓണാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സിംഗിൾ പ്രസ്സും അതിനുശേഷം ഒരു ലോങ് പ്രസ്സും, അങ്ങനെയാണ് സാധാരണ നമ്മൾ റിമോട്ട് ഓണാക്കേണ്ടത്. റിമോട്ട് മാത്രമല്ല, ഡ്രോൺ നമുക്ക് അങ്ങനെ തന്നെയാണ് ഓണാക്കേണ്ടത്. അങ്ങനെ ഓണാക്കുന്ന ടൈമിൽ നമുക്ക് ഫോൺ ഓട്ടോമാറ്റിക് ഓണാവും. ഫോണിൻ്റെ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ DJയുടെ ആപ്പിലോട്ട് പോകും. ഞാൻ ആദ്യമേ DJയുടെ ആപ്പ് ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. DJയുടെ ആപ്പും ഡീറ്റെയിൽസും വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. കൂടുതൽ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം ഇത് ആപ്പ് വെച്ച് ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഡ്രോണ് നമുക്ക് ഓൺ ആക്കുന്നതോ അതിൻ്റെ ബാറ്ററി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഡ്രോണിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പിന്നുണ്ടാവും. ബാറ്ററിയിൽ ഒരു പിന്നുണ്ട്. അത് കറക്റ്റാക്കി നോക്കിയിട്ട് വേണം നമ്മളത് കണക്ട് ചെയ്യാനുള്ളത്. നമ്മൾ ഈ സൈഡ് കയറ്റിയതിന് ശേഷം പ്രസ് ചെയ്ത് അകത്ത് കയറ്റുക. പിന്നെ ഇതിനൊരു ക്യാപ്പ് ഉണ്ടാവും, അത് ഊരി മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ മേളിലൊരു സ്വിച്ച് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ റിമോട്ട് നമ്മൾ ഓണാക്കിയത് പോലെ തന്നെ ഒരു തവണ സിംഗിൾ പ്രസ്സും പിന്നെ ഒരു ലോങ് പ്രസ്സും. അങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ലീഫ് ചെറുതായിട്ടാണെങ്കിൽ ആ ലൈറ്റുകളെല്ലാം ഒന്ന് കത്തും. ഇങ്ങനെ ഇതോടെ ഡ്രോൺ ഓണായി എന്ന് മനസ്സിലാവും. ക്യാമറ എല്ലാം ഓട്ടോമാറ്റിക് വർക്ക് ആവുന്നുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും കാണും, ലൈറ്റുകൾ കാണും. ഡ്രോൺ ഓണായി കഴിഞ്ഞാൽ തന്നെ ഗോ ഫ്ലൈ എന്ന് പറഞ്ഞുള്ള ഒരു ഡിസ്പ്ലേയിലോട്ടാണ്. ഡ്രോൺ ഓണായിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു ഡിസ്പ്ലേയും, ഡ്രോൺ ഓണായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞത്. ആദ്യം ഞാൻ ഈ ഡ്രോൺ വാങ്ങിച്ച സമയത്ത് ഇതിന് Neo 2 എന്ന് പറഞ്ഞ മോഡലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വൈഫൈയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം, ഏത് ഡ്രോണാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേയിലോട്ട് വന്നത്. ഇപ്പം ഇതിൽ ഗോ ഫ്ലൈ എന്നുള്ളൊരു ഡിസ്പ്ലേയിലാണ് വന്ന് നിൽക്കുന്നത്. ഇതിൽ ഫ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഗോ ഫ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ റിമോട്ടിൽ ഹെലിക്യാമിലെ വിഷ്വൽസ് നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിൽ വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഡിസ്പ്ലേയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ നമുക്ക് കളർ ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇപ്പം എത്ര ഹൈറ്റ് നിൽക്കുന്നുണ്ട്, എത്ര ഹൈറ്റ് പോകുന്നുണ്ട്, എത്ര ദൂരം പോകുന്നുള്ള കാര്യങ്ങൾ അതെല്ലാം ഇതിൽ കാണിക്കും. പിന്നെ നമുക്ക് ക്യാമറ ഇപ്പം നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ വെർട്ടിക്കലാക്കാം, അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മോഡുകളുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാനുള്ള മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മാത്രമേ നമുക്കത് നോക്കാം. ഇതിലിപ്പം ഫ്ലൈ ചെയ്യാൻ ഓണാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടൺ ഉണ്ട്. എന്നാൽ ഞാനിത് പ്രൊഫഷണൽസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ രണ്ട് ബട്ടണ് നമ്മൾ കോർണറിലോട്ട് പിടിക്കുമ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക് ഫ്ലൈ ആവുന്നത്. നമ്മൾ മാനുവലി ഇത് ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത്. ഈ രണ്ട് ബട്ടണും നമ്മൾ താഴോട്ട് കോർണറിലോട്ട് പിടിക്കുമ്പോഴാണ് ഇതിൽ ലീഫ് കറങ്ങി ഇത് വർക്കാവുന്നത്. രണ്ട് കോർണറിലോട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് ലീഫ് കറങ്ങുന്നത്. അതിനുശേഷം ഹൈറ്റ് ചെയ്യാനുള്ള ബട്ടൺ ജോയ്സ്റ്റിക്കിൽ നോക്കി കഴിഞ്ഞാൽ ഹൈറ്റ് ആവും. ഇത് ഹൈറ്റ് ചെയ്യാനും താക്കാനുമുള്ള ഓപ്ഷനാണ്. ഇത് ലെഫ്റ്റ്, റൈറ്റ്, സ്ട്രെയിറ്റ് പോകാനും ബാക്കിലോട്ട് വരാനുള്ള ഓപ്ഷനാണ്. ലെഫ്റ്റിലോട്ട് നമ്മൾ കറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പാനിങ് ആണ്, റൈറ്റിലോട്ട് അതേ ഇത് തന്നെയാണ്, പാനിങ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ നോർമലിലാണ് എടുക്കുന്നത്. നോർമലിൽ അത്യാവശ്യം സ്പീഡ് കാണും. ഞാനിപ്പോൾ ഒന്ന് ഫ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കാണൂലല്ലേ?
ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ബട്ടണിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഫോട്ടോ വീഡിയോ ആക്കാൻ പറ്റുന്നത്. ഇപ്പം ഫോട്ടോ മോഡിലാണ് കിടക്കുന്നത്. നമ്മൾ ഒരു ക്ലിക്ക് ചെയ്താൽ വീഡിയോ മോഡാവും. ഇവിടെ റെഡ് ബട്ടൺ ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും വീഡിയോ മോഡാണ്. ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോട്ടോ മോഡായി. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഇവിടെ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫോട്ടോ ആയിട്ട് അപ്പോഴേനാവും. വീഡിയോ മോഡിലോട്ട് മാറ്റി തിരിച്ച് നമ്മൾ ഫ്ലൈ ചെയ്യാണ്. ഇതിൽ ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട്. ബാറ്ററി എത്ര പെർസെൻറ്റേജ് കുറയുന്നുണ്ട്, കൂടുന്നുള്ള കാര്യങ്ങൾ 57%. പിന്നെ എത്ര ഹൈറ്റായി, എത്ര ദൂരം പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം 59 മീറ്റർ ഹൈറ്റിലും 65 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. പിന്നെ എൻ മോഡ് നോർമൽ മോഡിലാണ് കിടക്കുന്നത്. ഇത് സി മോഡാക്കി കഴിഞ്ഞാൽ സിനിമാറ്റിക് മോഡാണ്. സ്ലോ മോഷനിലേ ഇവിടെ വരത്തുള്ളൂ. എഫ് മോഡലാക്കി കഴിഞ്ഞാൽ സ്പീഡാവും. പക്ഷേ അതേ ടൈമിൽ നമ്മുടെ ഇതിൻ്റെ സെൻസറിങ് കട്ടാവും. ബ്രേക്കോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് നമുക്ക് കട്ട് നിർത്താൻ നോക്കിയാൽ മാത്രമേ നിൽക്കുള്ളൂ. അല്ലാതെ സാധാരണ നമുക്ക് നോർമൽ മോഡിലും സി മോഡിലും ഇട്ട് കഴിഞ്ഞാൽ സെൻസറിങ് ഉള്ളതുകൊണ്ട് ഒരു ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവിടെ ബ്ലോക്കായി നിൽക്കും, പോയി തട്ടത്തില്ല. നമ്മൾ പിന്നെ കൂടുതലും അതിനെ ഫോഴ്സ് ചെയ്താൽ മാത്രമേ അത് പോയി തട്ടത്തുള്ളൂ. ഇപ്പം കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, സ്ട്രോങ് വിൻഡ് കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അതിനെ റിട്ടേൺ എടുക്കാം. ഇപ്പം ഇതിലെ ബാറ്ററി ലെവൽ താഴ്ന്നു. 30% താഴെ ആയപ്പോൾ 30 അല്ല 40% ആയപ്പോൾ തന്നെ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞ ഒരു വാണിംഗ് പറയുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് ഇറക്കാൻ നോക്കണം. അതിനുശേഷം നമ്മൾ കൂടുതലിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും. പിന്നെ എവിടെയാണ് ഇറങ്ങുന്നത് കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് താഴെ വന്ന് വീഴും. ഇനിയിപ്പം ഇത് റിട്ടേൺ എടുക്കുകയാണ്. മോഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കിപ്പം സിനിമാറ്റിക് മോഡ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതും റോക്കറ്റ് പോലെ റിട്ടേൺ പോകുന്നതും സർക്കിൾ അടിക്കുന്നതും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിന് നമുക്ക് ഇതിൽ ബട്ടണിൽ നെക്കി കഴിഞ്ഞാൽ വീഡിയോയിൽ തന്നെ നോർമൽ സ്ലോ മോഷൻ അതാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ക്വിക്ക് ഷോട്ട്സ്, അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ക്വിക്ക് ഷോട്ടിൽ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് റോക്കറ്റ് പോലെ റിട്ടേൺ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡ്രോണി എന്നാണ് അതിന് പറഞ്ഞത്. പിന്നെ ഡ്രോണി ഈ ഒറ്റ റിട്ടേൺ ആണ്. പിന്നെ റോക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ, അത് സ്ട്രെയിറ്റ് ഹൈറ്റ് പൊങ്ങി പോകുന്നതാണ് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിന് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിനെ ചുറ്റിനും അത് റൗണ്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിന് പേരോ കാര്യങ്ങളല്ല, ഒരു റൗണ്ടാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതും ഇതേപോലെ ഒരു സാധനത്തിന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റൗണ്ട് കറങ്ങി അത് ഹൈറ്റായി പൊങ്ങി വലുതായിട്ട് കറങ്ങുന്നത്. അങ്ങനത്തെ 4 ക്വിക്ക് ഷോട്ട്സുകൾ നമുക്ക് ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക് എടുക്കാൻ പറ്റും. നമുക്കിത് റിമോട്ട് വഴി മാനുവലായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അത് എത്രത്തോളം ക്ലിയർ ആയി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ആകുമ്പം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. പിന്നെ കാറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനും പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്തെങ്കിലും ഈ ഷോട്ട്സ് എടുക്കാൻ നേരത്തെ ചില സമയത്ത് ഇത് കിട്ടത്തില്ല, നമ്മുടെ സെൻസർ കട്ടാവും. അങ്ങനെയാണെങ്കിൽ സെൻസർ കട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. സെൻസറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3 ഇതുണ്ട്, 3 കുത്തുണ്ട്. അതിൽ നിൽക്കാൻ നേരത്താണ് ബൈപ്പാസ്, ബ്രേക്ക്, ഓഫ്, അതിന് ഓപ്ഷൻ വന്നത്. നമ്മൾ ഇതിൽ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡ്രോൺ പോയി ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും അത് പോയി ബ്രേക്ക് ചെയ്യും. നമ്മളൊരു പ്രോജക്റ്റിലോട്ട് പോയി ഇടിക്കാൻ പോവുകയാണെങ്കിൽ അത് അവിടെ പോയി ബ്രേക്ക് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ ഫോഴ്സ് ചെയ്യണമെങ്കിൽ പോയി അത് ഇടിച്ചളയും. അത് റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഇടിക്കുന്നതാണ്. അതുവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിലല്ലാതെ കുറേ സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനും ഓട്ടോയിൽ എടുക്കാനും എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി വരുന്നത് 12 MB ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം എനിക്കിത് ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. പിന്നെ പ്രൊഫഷണലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ എടുക്കാൻ ഞാൻ നിർബന്ധിക്കില്ല. കാരണം പ്രൊഫഷണലായിട്ട് എടുക്കുന്നവർ കുറച്ചും കൂടി ബാറ്ററി കപ്പാസിറ്റി ഉള്ളതും ക്വാളിറ്റി കുറച്ചും കൂടി കൂടിയതായിട്ടുള്ള ഇതെടുക്കണം. ഇതിനിപ്പോൾ 4K ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മൾ വെർട്ടിക്കലായിട്ട് വീഡിയോ എടുക്കാൻ നേരത്ത് 2.7 ക്വാളിറ്റിയാണ് വരുന്നത്. DJ നോർമലി ഇന്ത്യയിൽ ബാൻഡഡ് എന്നാണ് പറയുന്നത്. ഞാൻ ഇതോടെ വാങ്ങിച്ചത് ക്യാമറ സ്കാനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ 63,000 രൂപയായി. കോട്ടയത്തുള്ള ക്യാമറ സ്കാനിൽ നിന്ന് അവർ ട്രിവാൻഡ്രത്തേക്ക് അയച്ചു തന്ന് അവിടെ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കളക്ട് ചെയ്യുന്നത്. ക്യാമറ സ്കാനിനെ ഞാൻ പൊഴുതി പറയുന്നതല്ല, ഞാൻ ഒത്തിരി അന്വേഷിച്ച് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ക്യാമറ സ്കാൻ എന്ന് പറഞ്ഞത്. അവിടെ കുറേ ഇൻസ്റ്റാ റീൽസും യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, താല്പര്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് ഈ പ്രോഡക്റ്റ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് അയച്ചു തരാൻ പറഞ്ഞ് വാങ്ങിച്ചു. വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ല പ്രോഡക്റ്റും കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളിത് നോക്കണ്ട. പിന്നെ ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നല്ലതാണ്. നിയോ 2 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വ്ളോഗ് ചെയ്യാം, റീൽസ് എടുക്കാം, അങ്ങനത്തെ കാര്യത്തിനെല്ലാം ഉപയോഗിക്കാം. പ്രൊഫഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ബാറ്ററിയുടെ പ്രശ്നങ്ങളും കാരണങ്ങളും, പിന്നെ ഇത് ഹൈറ്റ് ആവുന്നത് 120 മീറ്ററേ ഹൈറ്റ് ആവത്തുള്ളൂ. അതിന് മേലോട്ട് നമുക്ക് ഹൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എത്തുമ്പോൾ വാണിംഗ് അടിക്കും. പിന്നെ നമുക്ക് അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് കൺട്രോൾ കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഇതിൽ ദൂരം എന്ന് പറഞ്ഞാൽ 500 മീറ്റർ കാണിക്കുന്നുണ്ട്. 500 മീറ്റർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. 500-ന് പുറത്തും പോകുന്നുണ്ട്. പക്ഷേ
നമ്മൾ നിൽക്കുന്ന ഹൈറ്റിലാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, താഴ്വശത്തിലാണെങ്കിൽ നമുക്ക് റേഞ്ച് കട്ടാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റിയിലും ബ്ലറിങ്ങും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ റിട്ടേൺ എടുക്കാനും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 500 മീറ്ററിനകത്ത് എന്ന് വെച്ചാൽ 1/2 കിലോമീറ്റർ അതിന് ചുറ്റുളവിൽ നിന്ന് തന്നെയാണ് ഈ കളികൾ മൊത്തം ഞാൻ കളിക്കുന്നത്. ഞാനിതിൽ ഓക്കെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രൊഫഷണൽസ് മാത്രം ഇത് കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം ഞാനിത് കൊടുത്ത് വേറെ Air 3S അങ്ങനെ എന്തെങ്കിലും എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ഞാൻ എടുത്തത് മണ്ടത്തരം എന്ന് പറയില്ല, കാരണം എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചാണ് ഈ പ്രോഡക്റ്റ് ഞാൻ എടുത്തത്. അപ്പം ആഗ്രഹമുള്ളവർ ഇത് മതിയെന്നും ഉള്ളവർക്ക് ഇതെടുക്കാം. ഈ പ്രോഡക്റ്റ് മതി എന്ന് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിനുള്ള വർക്കും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വ്ലോഗ് ചെയ്യാനാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ എടുത്തതിന് ശേഷം അയ്യോ ബാറ്ററി ബാക്ക് ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, കാരണം 19 മിനിറ്റ് എന്ന് പറഞ്ഞ കാര്യം നിസ്സാര സമയം പോലെ പൊക്കളായി. നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ റെക്കോർഡിങ് കാര്യങ്ങൾ വിഷ്വൽസേ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ഫ്ലൈ ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. പിന്നെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ട വിഷ്വലുകൾ നമുക്ക് ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നതും ബാക്കിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമ്മൾ അങ്ങോട്ട് വെറുതെ ഫ്രീ ആയിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ അവിടെ പോയി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടോട്ടലി നമ്മളിത് വർക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു ബാറ്ററിയിൽ നമുക്ക് ഒരു 5-6 മിനിറ്റ് വിഷ്വൽസ് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഡാമേജോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ 2 ലീഫും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ് ഞാൻ ഹാപ്പിയാണ്. ഈ പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലത്തെ ക്യാമറ സ്കാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷനുകളിലോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്തും കാര്യങ്ങളും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.